അക്ബർ ടാസ്ക് ചെയ്യാൻ വരുവാണ്. അക്ബർ ആദ്യം എല്ലാം മണത്ത് നോക്കുന്നുണ്ട്. മണത്ത് നോക്കുമ്പോഴേ അക്ബർ പറയുന്നു, എനിക്ക് മണം വരുന്നില്ല ബിഗ് ബോസ്, എനിക്ക് മണം വരുന്നില്ല ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നൂറയൊക്കെ ഇരുന്ന് ചിരിക്കുകയാണ്. നൂറയും ഷാനവാസുമാണ് വിധികർത്താക്കൾ. 3 പേരടങ്ങുന്ന 2 ഗ്രൂപ്പായിട്ടാണ്. ഒരു ഗ്രൂപ്പിൽ നിവിനും അക്ബറും ആര്യനും, അടുത്ത ഗ്രൂപ്പിൽ സാവ്മോൻ, ആദില, ലക്ഷ്മി. അങ്ങനെ അക്ബർ വന്നിട്ട് ആദ്യം എല്ലാം മണത്ത് നോക്കുന്നുണ്ട്. അപ്പം കണ്ണ് മൂടിയിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് കണ്ണ് മൂടുന്നത്. എല്ലാം മണത്ത് നോക്കിയിട്ട് അപ്പം തന്നെ പറയുന്നുണ്ട്, എനിക്ക് മണം വരുന്നില്ല ബിഗ് ബോസേ, ഞാൻ നോക്കുന്നെങ്കിൽ എനിക്ക് മണം വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഷാനവാസ് അക്ബറിന് കെട്ടിക്കൊടുക്കുവാണ്, കണ്ണ് മൂടി കെട്ടുവാണ്. അപ്പോൾ അക്ബർ പറയുന്നത് ഇങ്ങനല്ല. അപ്പോൾ ഷാനവാസ് പറഞ്ഞു, അതെ ഇങ്ങനെ തന്നെ, ഇങ്ങനെ കെട്ടിയാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ കണ്ണ് മൂടി കെട്ടിയിട്ട് അക്ബർ വരുവാണ്. അക്ബർ വന്ന് ആദ്യം തന്നെ മനസ്സ് നോക്കുന്നത് ചെമ്പരത്തി ഇലയാണ്. എന്നിട്ട് നിവിൻ അവിടെ ഇരുന്ന് എന്തൊക്കെയാണ് പറയുമ്പോൾ ബിഗ് ബോസ് പറയുന്നത് നിവിനെ ഹെൽപ്പ് ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നത്. അപ്പോൾ അക്ബർ വന്നിട്ട് ഓരോ സാധനം ഒരെണ്ണം എടുത്ത് മണത്ത് നോക്കുന്നത് ചെമ്പരത്തി ഇലയാണ്. അക്ബർ പറയുന്നത്, എനിക്ക് മണം വരുന്നില്ല ബിഗ് ബോസേ, കുറേ ടൈം എടുത്തപ്പം ബിഗ് ബോസ് പറഞ്ഞ് പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞ്. ഷാനവാസ് പറഞ്ഞ് പെട്ടെന്ന് പറയാൻ പറഞ്ഞ്. അക്ബർ അത് പറഞ്ഞിട്ടില്ല, പക്ഷേ അത് ചെമ്പരത്തി ഇലയായിരുന്നു. അക്ബർ പറഞ്ഞ് ഷാനവാസ് കൊണ്ടുവച്ച് കഴിഞ്ഞപ്പം ബിഗ് ബോസ് അത് സൂം ചെയ്ത് കാണിച്ചു ചെമ്പരത്തി ഇലയെന്ന്. പക്ഷേ അക്ബർ പറയുന്നത്, എനിക്ക് മണം വരുന്നില്ല. ചെമ്പരത്തി ഇലയ്ക്ക് എങ്ങനെ മണം കിട്ടാനാ? രണ്ടാമത് ഷാനവാസ് എടുത്ത് കൊടുത്തത് റോസിൻ്റെ ഇലയാണ്. അതും അക്ബർ പറയുന്നത്, എനിക്ക് മണം കിട്ടുന്നില്ലെന്ന്. റോസിൻ്റെ ഇലയും തിരിച്ച് കൊണ്ടുവയ്ക്കുന്നത്, എനിക്ക് മണം കിട്ടുന്നില്ല. എങ്കിൽ ഏതെങ്കിലും ഒരു ഇലയുടെ പേര് പറയണ്ടേ അക്ബർ, അത് പറയുന്നില്ല. അക്ബർ പിന്നെ കൊടുത്തത് ചെമ്പരത്തിപ്പൂവാണ്. ചെമ്പരത്തിപ്പൂ കൊടുത്തപ്പോഴും അക്ബർ പറഞ്ഞു മണമില്ലെന്ന്. ശരിക്കും ഷാനവാസിന് ഏതെങ്കിലും ഒരു മണമുള്ളത് കൊടുക്കായിരുന്നു. ലക്ഷ്മി അവിടെ നിന്നിട്ട് നേരെ നിൽക്കുന്നൊക്കെ ഇടയ്ക്ക് വിളിച്ച് പറയുന്നുണ്ട്, തല പൊക്കി വയ്ക്കുക, തല കുനിക്കേണ്ട, നേരെ നിൽക്കുന്നൊക്കെ ലക്ഷ്മി കിടന്ന് പറയുന്നുണ്ട്. അക്ബർ വന്നിട്ട് ഇതാണോ എന്ന് ചോദിക്കുമ്പോൾ ഷാനവാസ് പറയുന്നതാ, ഇങ്ങോട്ട് ചോദ്യം ഇല്ല, ഉത്തരം മാത്രമേ ഉള്ളൂ, ഉത്തരം മാത്രം പറഞ്ഞാൽ മതിയെന്ന്. ഇല്ല, ആദ്യം തന്നെ വേറെ ഒരെണ്ണം 2-ൽ വെക്കാൻ പറഞ്ഞു, അവസാനം എടുത്തതും പറഞ്ഞ് 2-ൽ വെക്കാനെന്ന്. അപ്പം അക്ബർ പറഞ്ഞു, ഇത് 2-ൽ വെച്ചോ, ഇത് ഓറ് തന്നെയാണ്, ഇത് 2-ൽ വെച്ചോളാം. ലക്ഷ്മി വിളിച്ച് പറഞ്ഞ് 2-ൽ വെക്കാൻ ഇനി സ്ഥലമില്ലെന്ന്. ലാസ്റ്റ് ഷാനവാസ് മുല്ലപ്പൂ എടുക്കുന്നത്. അപ്പം ചോദിക്കുന്നത് മുല്ലപ്പൂ ആണോ എന്ന്. അത് മാത്രമേ ഉള്ളൂ അക്ബർ കറക്റ്റായിട്ട് പറഞ്ഞത്. അതിലിരുന്ന് വെച്ചിരിക്കുന്നത് ഇതെങ്ങനെ കറക്റ്റ് കിട്ടി, പറ്റിക്കല്ലേ എന്ന് അക്ബർ പറയാണ്. ഒരെണ്ണം മാത്രമേ അക്ബർ കറക്റ്റായിട്ട് പറഞ്ഞുള്ളൂ, മുല്ലപ്പൂവിൻ്റെ. ചെമ്പരത്തിപ്പൂവിൻ്റെ നമ്പർ ശരിയായിരുന്നു, ചെമ്പരത്തിപ്പൂ പറഞ്ഞിട്ടില്ല. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും.